ശ്രീരാമസ്വാമി ഹനുമാനോട് പറഞ്ഞു, എൻ്റെ ഈ ഉപദേശത്തെ വേറെ ആളുകൾക്ക് അല്ലെങ്കിൽ എന്നിൽ ഭക്തിയില്ലാത്ത ആളുകൾക്ക് പറഞ്ഞറിയിക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാനേതോ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ പരം വേറെ ഉപദേശമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ കാര്യം സാക്ഷാൽ ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കാം. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപകരം പാപഹരം ഹൃദ്യം ആനന്ദോദയം. ഇങ്ങനെ മഹാദേവൻ ദേവിയോട് പറഞ്ഞു കൊടുത്തയും രാമ മഹാത്മ്യം ഉണ്ടല്ലോ, അത് പവിത്രമാണ്, ശുദ്ധമാക്കുന്നതാണ്. ഗുഹ്യതമ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായിട്ടുള്ളതാണ്. സാക്ഷാൽ ശ്രീരാമപ്രോക്തം, ശ്രീരാമൻ പറഞ്ഞിട്ടുള്ള ആരോട്? വായുപുത്രനായിക്കൊണ്ട് ഹനുമാന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മോക്ഷദം പാപഹരം, മോക്ഷത്തിന് നൽകുന്നതാണ്, പാപത്തെ ഇല്ലാതെ ഉണ്ടാകുന്നത്. ഹൃദ്യം ആനന്ദോദയം, ഹൃദ്യമാണ്, ആനന്ദത്തെ ജനിപ്പിക്കുന്നതാണ്. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം. എന്താണ് ഇത്? സാക്ഷാൽ ശ്രീരാമൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. ആർക്ക്? ഹനുമാന്. മോക്ഷത്തെ നൽകുന്ന, പാപഹരം, പാപത്തെ ഇല്ലാതെ ഉണ്ടാക്കുന്ന, ഹൃദ്യം വളരെയധികം ആസ്വദിക്കാവുന്നതാണ്, ആനന്ദോദയം ആനന്ദമുണ്ടാക്കുന്നതാണ്. സർവവേദാന്തസാര സംഗ്രഹം, എല്ലാ വേദാന്തസാരത്തിൻ്റെയും സംഗ്രഹം, ചുരുക്കമാണ് രാമതത്വം. ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം, ദിവ്യനായ ആ ഹനുമാനോട് പറഞ്ഞു കൊടുത്തതെല്ലാം. ഭക്തി പൂണ്ടനാരതം പഠിച്ചിടുന്ന പുമാൻ, ഇതിനെ ഭക്തിയോടുകൂടി ആരാണോ പഠിക്കുന്നത് അങ്ങനെയുള്ള ആള് മുക്തനായി വരും, ഒരു സംശയമില്ല നാഥേ. അങ്ങനെയുള്ള ആൾക്ക് മുക്തി ഉണ്ടാവും, ഇക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം. ബ്രഹ്മഹത്യ പോലെയുള്ള ദുരിതങ്ങളൊക്കെ പലതും ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും, എത്രയോ ജന്മങ്ങളെ കൊണ്ട് നേടിയതാണെങ്കിലും ഒക്കവേ നശിച്ചു പോകുമെന്നരുൾ ചെയ്തു രാമൻ. അതെല്ലാം നശിച്ചു പോകുമെന്ന് രാമൻ പറഞ്ഞു. പ്രബലൻ ഹനുമാൻ, കൊരങ്ങന്മാരിൽ ശ്രേഷ്ഠൻ എന്നത് സത്യമല്ലോ, അത് സത്യമാണ്. ജാതിയിൽ നിന്ദിക്കപ്പെട്ട ആള്. പരസ്ത്രീധനഹാരി, മറ്റുള്ളവരെ സ്ത്രീയെ ധനത്തെയൊക്കെ അപഹരിക്കുന്ന ആള്. പാപിയായവൻ. മാതൃഘാതകൻ, അമ്മയെ കൊല്ലുന്നവൻ. പിതൃഘാതകൻ, അച്ഛനെ കൊല്ലുന്നവൻ. അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കുന്നവൻ എന്ന് അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള ആള് എങ്ങനെ വേണമെങ്കിൽ ആവാലോ ആളുകള്. ബ്രഹ്മഹന്ത, ബ്രാഹ്മണരെ വധിക്കുന്ന ആള്. യോഗി വൃന്ദാപകാരി, യോഗി വൃന്ദങ്ങളെ അവർക്ക് ഉപകാരമല്ല അപകാരം, മോശമായി അവരോട് പെരുമാറുന്ന ആൾക്കാര്. സുവർണസ്തേയി, സ്വർണത്തെ കട്ടെടുക്കുന്നവൻ. ദുഷ്ടനായിട്ടുള്ള ആള്. ലോകനിന്ദിതൻ, ലോകം മുഴുവൻ നിന്ദിക്കുന്നവനാണ് ഏറ്റം. അങ്ങനെയുള്ള ആളാണെങ്കിലും അവൻ ഭക്തിയാ, അയാൾ ഭക്തിയോട് കൂടിയിട്ട് രാമനാമത്തെ ജപിച്ചിടുകിൽ, രാമന്റെ നാമത്തെ ജപിക്കുകയാണെങ്കിൽ ദേവകളാൽ ആമോദപൂർവം, ദേവന്മാരോട് കൂടിയിട്ട് ആമോദപൂർവം പൂജിക്കായി വരും. വളരെ സന്തോഷത്തോടുകൂടി പൂജിക്കാൻ കഴിയും. ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ, യോഗീന്ദ്രന്മാർക്ക് പോലും കിട്ടാത്തതായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടും. ഇല്ലാ സംശയമേതും, അവിടെ പ്രാപിച്ചിടുന്നവനൊന്ന് നിർത്തിയിട്ട് ഇല്ലാ സംശയമേടുന്ന് വായിക്കായിരിക്കും നല്ലത്. ആ യോഗീന്ദ്രന്മാർക്ക് പോലും കിട്ടാത്തതായ വിഷ്ണു ലോകത്തെ പ്രാപിക്കും. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി. ഇങ്ങനെ ശ്രീ ഭഗവാൻ, ആ പരമേശ്വരൻ പറഞ്ഞു കേട്ടിട്ട് ആ ലക്ഷ്മി ദേവി ഭക്തിയോട് കൂടിയിട്ട് ഭക്തിപൂർവം അരുൾ ചെയ്തു. ഭക്തിയോട് കൂടിയിട്ട് ആ ദേവി പിന്നെയും പറഞ്ഞു. ഏത് ദേവിയാണ്? ഇവിടെ സാക്ഷാൽ പാർവതി ദേവി. എന്താ പറയുന്നത്? താൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ പന്നക വിഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ.
മംഗളാത്മാവേ, മംഗളസ്വരൂപനായവനെ, മമ ഭർത്താവേ, എൻ്റെ ഭർത്താവേ, ജഗത് പദേ, ജഗത്തിന്റെ പതിയായവനെ, ഗംഗാ കാമുക, ഗംഗയുടെ കാമുകൻ. അപ്പൊ ഭഗവാന് ഗംഗ കൂടി ഭാര്യയാണെന്നാണ് പറയാ. പരമേശ്വര, പരമമായ ഈശ്വര, ദയാനിധേ, ദയയുടെ നിധിയായവനെ, പന്നക വിഭൂഷണ, പന്നകം പാമ്പ്, പാമ്പിനെ ആഭരണമാക്കിയവൻ, ഞാൻ അനുഗ്രഹീതയായി, ധന്യയായി, കൃതാർത്ഥയായി, സ്വസ്ഥയായി വന്നീനല്ലോ. എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് എന്താ പറയാ, എല്ലാ തരത്തിലുള്ള ഭാഗ്യം, ധന്യ എന്നുള്ള വാക്കുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹമുണ്ട്, കൃതാർത്ഥത, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, സ്വസ്ഥമായിരിക്കുക. സ്വസ്ഥം അസ്വസ്ഥം, നമ്മളൊക്കെ അസ്വസ്ഥതയിൽപ്പെട്ട ആൾക്കാരാ. ദേവി സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥയായി വന്നേനല്ലോ, ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം എനിക്കിപ്പോൾ. ചിഹ്നം തകിടുപടിയായി, അല്ലെങ്കിൽ ഇല്ലാതെകണ്ടായി, തകർന്നൊരിപ്പണമായി എൻ്റെ സംശയങ്ങളൊക്കെ. സന്നമായതു മോഹം ഒക്കെ നിൻ അനുഗ്രഹാൽ. സന്നമാവാൻ നശിക്കുക, എൻ്റെ മോഹമൊക്കെ, തെറ്റിദ്ധാരണകളൊക്കെ, ഭ്രമമൊക്കെ ഇല്ലാതെകണ്ടായി, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതെകണ്ടായി. നിർമ്മലം രാമതത്വാമൃതമാം രസായനം, ആ പരിശുദ്ധമായ തത്വത്തിന്റെ അമൃതമായ രസായനം, ആ മരുന്ന്, തൊന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും, എത്ര വാരിക്കോരി കുടിച്ചാലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ. എൻ്റെ ഉള്ളിലെ തൃപ്തി വരിക എന്നുള്ളതില്ല. നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. നിർണയം നിശ്ചയമായിട്ടും, അത് കാരണം ഞാൻ ഒരു കാര്യം പറയാം. എന്താ പറയുന്നത്? സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം, ആ സാക്ഷാത്തായുള്ള ശ്രീനാരായണന്റെ മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർക്കർത്ഥവും ഉണ്ടായി വരാ. കിം മൃണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദൈവന്മാർക്ക് ഗതിയും പുനരതുപോലെ. നല്ല ഒരു സുഭാഷിതം കൂടിയാണ്, അതുപോലെ വച്ചിരിക്കുകയാണ്. കിംക്ഷണന്മാര്, ക്ഷണത്തെ വിലയില്ലാത്ത ആളുകൾക്ക് വിദ്യ ഉണ്ടാവില്ല, അറിവുണ്ടാവില്ല. കിം കണം എന്ന് പറഞ്ഞാൽ ചെറിയ ധാന്യം എന്നൊക്കെ അർത്ഥം. അതിന് വില വയ്ക്കാത്ത ആളുകൾക്ക് അർത്ഥമുണ്ടാവില്ല. ചെറിയ പൈസയ്ക്ക് പോലും വില കൊടുക്കാത്ത ആൾക്കാർക്ക് ധനമുണ്ടാവില്ല. ഇനിയോ കിം ഋണന്മാർ, ഋണത്തെ പരിഗണിക്കാത്ത ആൾക്കാർ, കടം, അവർക്ക് എന്താ അർത്ഥവും ഉണ്ടാവില്ല, ധനം കയ്യിലുണ്ടാവില്ല. കിം ഋണന്മാർക്ക് സൗഖ്യം ഉണ്ടാവുകയില്ല. കണന്മാർക്കാണ് അർത്ഥമില്ലാതെ കണ്ടിരിക്കുക. ഋണം എന്ന് പറഞ്ഞാൽ കടം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ആ കടം വീട്ടാതെ കണ്ടിരിക്കുന്ന ആൾക്ക് സുഖം ഉണ്ടാവില്ല. അതുപോലെ കിം ദൈവന്മാർക്ക്, അല്ലെങ്കിൽ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ദേവന്മാരെ വില വയ്ക്കാത്ത ആളുകൾക്ക് ഗതിയും ഉണ്ടാവില്ല. ഇതൊരു സുഭാഷിതമാണ്. കിം ക്ഷണസ്യ കുതോ വിദ്യ, കിം ഗണസ്യ കുതോ ധനം, കിം ഋണസ്യ കുതോ സൗഖ്യം, കിം ദൈവസ്യ കുതഹാഗതി എന്നുള്ളൊരു സുഭാഷിതത്തിന്റെ തനി മലയാളം പകർത്തി വെച്ചിട്ടുള്ളതാണ്. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചെയ്തിടണം മടിയാതെ. ആ ഉത്തമമായിട്ടുള്ള ശ്രീരാമന്റെ ചരിതത്തെ വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം, ഒട്ടും മടിയില്ലാതെ. ഇനി ദേവി ചോദിച്ചതിന് മറുപടിയായിട്ട് ഭഗവാൻ ഉത്തരം പറയുന്നു. ഭഗവാൻ ആദ്യം ചുരുക്കി രാമായണത്തെ പറയുന്നു, പിന്നീട് വിസ്തരിച്ച് ഓരോ കാര്യങ്ങളും പറയാൻ പോവാണ്.